നമസ്കാരം, ഞാൻ പ്രവേശന നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ മാസത്തിലെ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല്, തുലാക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ, താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിക്കുവാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം. ഈ ചന്ദ്രാൽ പറയുന്നതായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് നാൾ പ്രകാരം, നക്ഷത്രപ്രകാരം പൊതുവെ പറയുന്ന ഫലമാണ്. നമ്മൾ ജനിച്ച സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതായ ജാതകപ്രകാരം അറിയുന്നതായിട്ടുള്ള ഫലമായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഭവേദിയായിട്ട് വരുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. എന്തായാലും തുലാക്കൂറുകാർക്ക് ജൂൺ മാസത്തിൽ പല ഗ്രഹങ്ങളും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 15-ാം തീയതി വരെ 8-ലാണ് സൂര്യൻ. 8-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയെ സൂചിപ്പിക്കുന്നു. 15-ാം തീയതിക്ക് ശേഷം ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലേക്ക് സൂര്യൻ നിൽക്കുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളുടെ കുറവിനെ സൂചിപ്പിക്കുന്നു. ഇപ്പം നിങ്ങൾക്കായിക്കോട്ടെ, എനിക്കായിക്കോട്ടെ, നമുക്കൊരു ഭാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാലാണ് പലവിധ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സുഖകരമായിട്ട് വരിക. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് എന്നിങ്ങനെയുള്ളതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വന്നു ചേരുക. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫലം അപമാനം ഉണ്ടാകാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നത്. അപമാനം എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ, എനിക്കായിക്കോട്ടെ, ആർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ള ഒരു കാര്യമല്ല. ആർക്കും ഇഷ്ടമല്ല, ആർക്കും വന്നു ചേരാൻ വയ്യാതാനും. അപ്പൊ അപമാനം ഒരു പരിധി വരെ വന്നു ചേരുന്നത് തന്നെ കലഹം കൊണ്ടാണ്, അല്ലെ? കലഹത്തിലൂടെയാണ് ഒരു പരിധി വരെ അപമാനം ഉണ്ടാവുന്നത്. കലഹം ഒരു കാരണമാണെന്ന് അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. ആരെങ്കിലും ഇങ്ങോട്ട് കലഹിക്കുവാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഒഴിഞ്ഞു മാറിക്കോളാം. അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഒരു ഫലം ഉണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 8-ലായിക്കോട്ടെ 9-ലായിക്കോട്ടെ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ആ മോശം ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം, അതുപോലെ തന്നെ പഞ്ചാക്ഷരം ഇത്യാദി നമുക്കറിയാവുന്നതായിട്ടുള്ള ഏറ്റവും ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക. നാമസങ്കീർത്തന വ്യസ്യ സർവ്വപാപത്രനാശം എന്നാണ് പറയണത്. പൊതുവേ ഞാൻ വീഡിയോയിൽ പലപ്പോഴും എടുത്തു പറയാറുണ്ട്, നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപ. ഇതിനേക്കാൾ ഏറെ ലളിതമായിട്ടുള്ള ഉപായം വേറെ ഇല്ല. രാവിലെ ആയിക്കോട്ടെ, വൈകുന്നേരം ആയിക്കോട്ടെ, കുറച്ച് സമയം, ഒരു 10 മിനിറ്റേ വേണ്ടു. നമുക്ക് മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും, ജോലിക്ക് പോകണം, അല്ലേ? എല്ലാവരും തിരക്കിലാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കുറച്ച് സമയം നമ്മൾ നാമം ജപിക്കുക. അപ്പം നാമം ജപിക്കുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഏതൊക്കെയാണോ ദുരിതങ്ങൾ, ആ ദുരിതങ്ങളെല്ലാം ഇല്ലാതാവും. അപ്പം നമുക്ക് നല്ല സന്തോഷമല്ലേ ഉണ്ടാവുക. ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ പറ്റിയെന്ന് വരില്ല. നമ്മൾ എവിടെയാണോ വസിക്കുന്നത്, നമ്മൾ ആ വസിക്കുന്ന സ്ഥലത്ത് മഹാദേവനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ഈ ഒരു മോശഫലവും വന്നു ചേരില്ല, ഒരു മോശഫലവും വന്നു ചേരില്ല. 21-ാം തീയതി വരെ 7-ലാണ് ചൊവ്വ. അതിനുശേഷം 8-ലേക്ക് വരും. 7-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഭാര്യ ഭർത്തൃ സുഖക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. വിചാരിക്കാതെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുക. അപ്പോൾ ചെറിയ രീതിയിൽ കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം പോകും നമ്മുടെ കുടുംബത്തിൻ്റെ, അല്ലേ? അതുകൂടാതെ തന്നെ കണ്ണിലും ഉദരത്തിലും വ്യാധി വന്നു ചേരുക. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. 21-ാം തീയതി വരെയാണ് കേട്ടോ 7-ൽ നിൽക്കുന്നത് ചൊവ്വ. 21-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് വരുന്ന ചൊവ്വ. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും തന്നെ വാഹനം ഉപയോഗിക്കുന്നവരാണ്, നല്ല രീതിയിൽ തന്നെയാണ് വാഹനം ഉപയോഗിക്കുന്നത്. എന്നിരുന്നാൽ പോലും പ്രത്യേകിച്ച് ഈ കാലയളവിൽ 21-ാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് പണത്തിന് ചെലവ് വന്നു ചേരുന്ന ഫലം, മനോവൈഷമ്യങ്ങൾ വന്നു ചേരുക, മനസ്സിന് ബലമില്ലാത്ത അവസ്ഥ, പ്രതിസന്ധികൾ വന്നു ചേരുമ്പോൾ നമ്മളുടെ മനസ്സിന് ബലം ഉണ്ടാവണം, അല്ലേ? എന്നാലേ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കൂ. എല്ലാവർക്കും വേണം, നിങ്ങൾക്കായിക്കോട്ടെ, എനിക്കായിക്കോട്ടെ. ഇപ്പം 7-ലായിക്കോട്ടെ 8-ലായിക്കോട്ടെ ചൊവ്വയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള എല്ലാ മോശഫലങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയെ നല്ലോണം മനസ്സിരുത്തി വിചാരിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ചാമം ച പാലയ പാലയ ജപിച്ചോളൂ. ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല. ഈ വരുന്ന ജൂൺ മാസത്തിൽ ബുധനും 2 രാശി മാറ്റമുണ്ട്. 22-ാം തീയതി വരെ 9-ലാണ് ബുധൻ. അതിനുശേഷം 10-ലേക്ക് വരും.
എന്തായാലും 22-ാം തീയതിക്ക് ശേഷം 10ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ 9-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട്, അതായത് 22-ാം തീയതി വരെ 9-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വിചാരിക്കാതെ തന്നെ ചെറിയ രീതിയിൽ രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 22-ാം തീയതിക്ക് ശേഷം 10ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഏതൊക്കെയാണോ വ്യാധികൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അതെല്ലാം ഇല്ലാതെയാകുന്ന കാലയളവാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഫല, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്, ശത്രുനാശം ഉണ്ടാവുക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം. പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് 10-ാം ഭാവം. ആ 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഏതൊക്കെയാണോ ജോലി സംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ, അതെല്ലാം ഇല്ലാതാകുക, പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുക. പല ഗ്രഹങ്ങൾ മോശസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ പോലും ഈ ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള സദ്ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, വളരെ നല്ല ഫലമാണ് 22-ാം തീയതിക്ക് ശേഷം ബുധൻ 10ലേക്ക് വരുമ്പോൾ. പൊതുവെ എനിക്ക് നല്ല ഫലങ്ങളെ പറയണമെന്നാണ് ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ ഇഷ്ടം. എങ്കിൽ പോലും മോശസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ആ മോശഫലത്തെ നമുക്ക് സൂചിപ്പിക്കാതിരിക്കാനാവില്ലല്ലോ. ജൂൺ മാസം 2-ാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് വ്യാഴം നിൽക്കുന്നത്. ഈ വ്യാഴമാറ്റം, അതായത് 9-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം ജൂൺ 2-ാം തീയതിക്ക് ശേഷം തുലാക്കുറുകാർക്ക് 10ലേക്ക് വരുന്നു. ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ 10 എന്ന് പറയുന്നതായിട്ടുള്ള ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ കുറച്ചൊരു മോശഫലത്തെയാണ് ശരിക്കും പറയേണ്ടത്. പക്ഷേ അത് കർക്കിടകൻ രാശി ആയതുകൊണ്ട്, അതായത് കർക്കിടകൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ്, ഉച്ചക്ഷേത്രമാണ്, പൂർണ്ണ ബലത്തോടു കൂടി നിൽക്കുന്ന ഭാവമാണ് കർക്കിടകൻ രാശി. 10ലേക്കാണല്ലോ വരുന്നത് എന്ന് വിചാരിച്ച് തുലാക്കൂറുകാര് ആശങ്കപ്പെടേണ്ടതില്ല. യോയോ സ്വാമി ദുഷ്ടോയുധോമ സൗമ്യർവാതസ്യ തസ്യാഭിവൃദ്ധി എന്നാണ് തിയറി. ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ആ സ്ഥാനത്ത് വരികയാണ് എങ്കിൽ സ്ഥാനം കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങളെ, ഉയർച്ചയെ, മേന്മയെ സൂചിപ്പിക്കണം എന്നാ പറയാം. അപ്പൊ പ്രത്യേകിച്ച് തുലാക്കൂറുകാർക്ക് വ്യാഴം 10ലേക്ക് വരുന്നത് ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയെ സൂചിപ്പിക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫർ വന്നു ചേരാം. പക്ഷെ ആ ട്രാൻസ്ഫർ വന്നു ചേരുന്നത് പ്രൊമോഷനോട് കൂടിയിട്ടാവും. കാരണം കർക്കിടകൻ രാശി വ്യാഴത്തിന് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ്. അപ്പൊ മാസഫലങ്ങളുടെ വീഡിയോയിൽ ഗ്രഹങ്ങളുടെ ദൃഷ്ടി സംബന്ധമായിട്ടുള്ള ഫലങ്ങളെ കുറിച്ചൊന്നും സൂചിപ്പിക്കാറില്ല. പക്ഷെ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടിയെ സംബന്ധിച്ചിട്ടുള്ള ഫലങ്ങളും ഞാൻ ഇതിനു മുന്നേ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവര് ആ വീഡിയോ കാണുകയായിരിക്കും കൂടുതൽ ഉചിതം. കാരണം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയേണ്ടതില്ലല്ലോ. അപ്പൊ എന്തായാലും വ്യാഴം 10ലേക്ക് വരുന്നത് തുലാക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 9-ൽ നിൽക്കുന്ന വ്യാഴവും നല്ല ഫലമാണ്, 10ലേക്ക് വരുമ്പോഴും വളരെ നല്ല ഫലമാണ്. അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. സൂര്യനും ചൊവ്വയും ഒക്കെ 9-ൽ നിന്ന് കഴിഞ്ഞാൽ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലമാണ് താൻ. എന്തായാലും 8-ാം തീയതി വരെ തുലാക്കൂറുകാർക്ക് 9-ലാണ് ശുക്രൻ. 9-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് കുടുംബസുഖം അനുഭവേദിയായിട്ട് വരിക, ഭാഗ്യവർദ്ധനവ് വന്നു ചേരുക, ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, അംഗീകാരങ്ങൾ വന്നു ചേരുക, വളരെ നല്ല ഫലമാണ് 9-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് 8-ാം തീയതി വരെ. 8-ാം തീയതിക്ക് ശേഷം 10ലേക്ക് വരുമ്പോൾ ശുക്രനെ കൊണ്ട് കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നത്, കലഹത്തെ സൂചിപ്പിക്കുന്നു, അപമാനത്തെ സൂചിപ്പിക്കുന്നു. നമുക്ക് ആർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ള ഫലമല്ല. പക്ഷെ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ സംബന്ധിച്ച് പറയുമ്പോൾ മോശഫലങ്ങളെ സൂചിപ്പിക്കാതിരിക്കാനാവില്ല. പ്രത്യേകിച്ചും തുലാക്കൂറുകാരുടെ ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ, ആ തുലാക്കൂറുകാരുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുമ്പോൾ ദേവബ്രാഹ്മണ സാധുപൂജനരത, പ്രജ്ഞാ ശുചി സ്ത്രീജിത, ഈശ്വരവിശ്വാസം ഉണ്ടാകുന്ന സ്വഭാവം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന സ്വഭാവം, പ്രജ്ഞ അറിവുണ്ടാവുക, ശുചി വൃത്തി കൂടുതലുണ്ടാവുക, പ്രാംശൂർ സുന്നതനാശിക കൃഷതൽ ഗാത്രോടനർദ്ധാന്യത, ക്രയവിക്രയേഷു കുശലോ എന്നുള്ള വാക്സാമർഥ്യം, ബുദ്ധിസാമർഥ്യം എന്നിങ്ങനെയുള്ളതായിട്ടുള്ള പലവിധ ഗുണങ്ങളും ഉള്ള രാശിയാണ് തുലാം രാശി. ആ തുലാം രാശിയുടെ ഫലമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പൊതുവെ മാസഫലത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ആ തുലാം രാശിയുടെ ഫലമൊന്നും സൂചിപ്പിക്കാറില്ല, ആ സ്വഭാവത്തെ ഒന്നും സൂചിപ്പിക്കാറില്ല. വളരെ നല്ല സ്വഭാവമാണ് തുലാം രാശി, ചന്ദ്രാലായിക്കോട്ടെ ലഗ്നാലായിക്കോട്ടെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഫലങ്ങളെ പറഞ്ഞു വരുമ്പോൾ 8-ാം തീയതിക്ക് ശേഷം 10ലേക്ക് വരുന്ന ശുക്രനെ കൊണ്ട് ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അതേപോലെ തന്നെ അപമാനം ഉണ്ടാവുക, നമുക്കെല്ലാവർക്കും അഭിമാനം ഉണ്ടല്ലേ, ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്നതായിട്ടുള്ള ഫലമാണല്ലോ അപമാനം. നേരത്തെ സൂര്യനെ കൊണ്ടും ഇതേ ഫലം തന്നെ സൂചിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് തുലാക്കൂറുകാർ ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ 2 ഗ്രഹങ്ങളെ കൊണ്ടും ഒരേ ഫലം തന്നെ സൂചിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്തായാലും കുറച്ച് കാലമായിട്ട് ശനി 6-ലാണല്ലോ. 6 നിൽക്കുന്ന ശനി വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ
ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം. ശത്രുനാശം, രോഗശാന്തി, ശത്രുപരമായിട്ടുള്ള അതായത് അസൂയാലുക്കളുടെ വർധനവില്ലാതാവുക, ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക. അഞ്ചിലാണ് രാഹു. അഞ്ചിൽ നിൽക്കുന്ന രാഹു സന്താനങ്ങൾ നിമിത്തം തന്നെ ഒരു അരിഷ്ടതയെ സൂചിപ്പിക്കുന്നു. സർപ്പത്താമാരെ മനസ്സിലെത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക. അർത്ഥകായ മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹു പ്രണമാമ്യഹം. അറിയാമെന്നുണ്ടെങ്കിൽ ജപിക്കുക. അറിയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിലാണ് ദർശനം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും സർപ്പത്താന്മാരുടെ പ്രതിഷ്ഠ പൊതുവെ എല്ലാ ക്ഷേത്രത്തിലും ഉണ്ടാവും. ആ സർപ്പത്താന്മാർക്ക് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ദ്രവ്യങ്ങൾ സമർപ്പിക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് എന്തോ, നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചത് എന്തോ സമർപ്പിക്കാം. അപ്പോൾ ആ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദുരിതങ്ങളില്ലാതാവും. സന്താനങ്ങളിൽ നിന്ന് നമുക്ക് സന്തോഷം വന്നു ചേരും. എന്തായാലും 11 നിൽക്കുന്ന കേതു വളരെ നല്ല ഫലമാണ്. ഏത് ഗ്രഹം 11 നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണ്. ബാക്കി മറ്റു പല ഗ്രഹങ്ങൾ കുറച്ച് മോശസ്ഥാനത്ത് സൂചിപ്പിച്ചാൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ആധ്യാത്മികങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ കേതുവും അതേപോലെ തന്നെ സൂര്യനും ഈ വരുന്ന വ്യാഴമാറ്റവും ഒക്കെ വളരെ നല്ല ഫലമാണ് തുലാക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. നന്ദി, നമസ്കാരം.